നമസ്കാരം, ഷീജയാണ്. ഇന്ന് വന്നേക്കണത് ഇപ്പൊ മാർച്ച് തീരാൻ പോവാണ് അല്ലേ? അപ്പൊ പുതിയ വർഷം വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ നേടണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ എണീറ്റ് വരുന്നത്. നിങ്ങൾ ആ സ്വപ്നം ഒന്ന് കമന്റ് ബോക്സിൽ വന്നിട്ടൊന്ന് എഴുതൂ കേട്ടോ. കാര്യം എന്താ അറിയുമോ, ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയ ഒത്തിരി സ്വപ്നങ്ങളുള്ള, വലിയ വലിയ സ്വപ്നങ്ങളുള്ള ഒരാളുണ്ട്. എന്റെ വീട്ടിലൊക്കെ എന്നെ ഒരു സ്വപ്നജീവി എന്ന് തന്നെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാല് എന്റെ ആ സ്വപ്നങ്ങളൊക്കെ നേടാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് വളരെ പ്രൗഡായിട്ട് ഞാൻ ഇവിടെ പറയണത്. എന്ത് സ്വപ്നങ്ങളാണ്, എന്താണ് ചിലപ്പോ എന്റെ ഇൻകം ഗോള്, എന്റെ ഒരു നല്ല ലൈഫ് സ്റ്റൈല്, എന്റെ കരിയർ, എന്റെ ഹെൽത്ത്, എന്റെ നല്ല റിലേഷൻഷിപ്പ്, എന്റെ മക്കളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ, അവരുടെ എഡ്യൂക്കേഷൻ, ഇങ്ങനെ 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 പല പല ബിസിനസിന്റെ ഗ്രോത്ത്, ഇങ്ങനെ പല പല കാര്യങ്ങള് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വീട്, മെർസിഡസ് ബെൻസ്, ഇങ്ങനെ എനിക്കറിയില്ല, ഒത്തിരി ഒത്തിരി ലിസ്റ്റ് ഞാൻ ഇങ്ങനെ എഴുതി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. ഈ ഓരോ ദിവസവും മാജിക്കലി എന്റെ ലൈഫിനെ ബിൽഡ് ചെയ്യാൻ ഈ ടെക്നിക്കുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് നിങ്ങൾ ജീവിക്കുന്ന ജീവിതമല്ല, ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. പല ആൾക്കാരും മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ എന്റെ ചാനലില് ഏറ്റവും കൂടുതൽ ആൾക്കാര് വളരെ വിശ്വാസത്തോടെ 100% സറണ്ടർ ചെയ്തിട്ട് എഴുതുന്ന ഒത്തിരി നല്ല മനുഷ്യരാണ് എന്റെ ഈ ചാനലിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. ഈ ഒരു വീഡിയോ വളരെ ഷോർട്ടായിട്ട് ചെയ്യണേ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തില് ഇപ്പൊ പ്രതിസന്ധികളിലാണ്, പ്രശ്നങ്ങളിലാണ്, കരിയറിൽ ഗ്രോത്ത് ഇല്ല, റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട്, മണിയാണ് പ്രോബ്ലം, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. പക്ഷെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സുവർണ അവസരമാണ് 4 പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ 4 വരുന്നൊരു പോർട്ടല്. അപ്പൊ ഈ ഒരു പോർട്ടലിനെ 100% ഉപയോഗിക്കാനും നിങ്ങളുടെ ഈ ഒരു 2026 ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നങ്ങൾ നേടാനായിട്ടുള്ള ഒരു അവസരമാക്കി യൂസ് ചെയ്യാനും ഇഷ്ടമുള്ളവര് ഈ ഒരു വീഡിയോ, ഈ ഒരു ചാനൽ പോയിട്ട് ഫോളോ ചെയ്യാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന്, കാര്യം നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണം, അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടുള്ളൂ. ഒരു സ്വപ്നവും ഇല്ലാതെ എൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. എൻ്റെ ലൈഫിൽ എനിക്ക് എന്തും നേടണം എന്ന് ആഗ്രഹിക്കുന്ന അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇത് ഒരു റിയൽ ടെക്നിക്കാണ് കേട്ടോ. ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങൾ വിശ്വാസത്തിൽ, വളരെ അധികം ദിവസമൊന്നും വേണ്ട, 4 days മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ടെക്നിക്കാണ്. ഏതൊരാൾക്കും, അതിപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു 8 വയസ്സുള്ള ഒരു കൊച്ചു തൊട്ട് 75 വയസ്സുള്ള ഒരാളാണ്, അല്ലെങ്കിൽ 80 വയസ്സുള്ള ഒരാളാണെങ്കിലും അത്യാവശ്യം ഒരു ചെറിയൊരു ബുക്ക് മേടിക്കാനുള്ള കാശും ഒരു പേന മേടിക്കാനുള്ള കാശും ഉണ്ടെങ്കിൽ, സ്വപ്നം കാണാനായിട്ടുള്ള ഒരു ശക്തിയും മനസ്സും ഒരു ഓപ്പൺനെസ്സും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ടോളൂ. അപ്പൊ നമുക്ക് പ്രാക്ടീസ് എന്താന്ന് പറയാം. അപ്പൊ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ ഒരു മാനിഫെസ്റ്റേഷൻ കോച്ച് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതാണ്. അപ്പൊ ഈ ഒരു പേജ് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കുക. എല്ലാവരും ഒക്കെ രക്ഷപ്പെടട്ടെന്നേ, എല്ലാവരുടെയും ലൈഫ് മാറട്ടെ. അപ്പൊ നമ്മളുടെ ലൈഫിൽ മാറ്റം വരുത്തുന്നതിനൊപ്പം എല്ലാവരും രക്ഷപ്പെടണം എന്നൊരു ചിന്ത വെച്ചാൽ തന്നെ ലൈഫ് മാറും. അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ശരിക്കും നിങ്ങൾ പലപ്പോഴും ആലോചിക്കുന്നുണ്ടാവും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടൊരു പേപ്പറും പേനയൊക്കെ എടുത്തിട്ടിരിക്കുക. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണത് നിങ്ങളുടെ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒരു പോർട്ടലിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ്. അപ്പൊ ഈ ഒരു പോർട്ടൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഉണ്ടാക്കണം. നിങ്ങളുടെ നേട്ടം എങ്ങനെ നിങ്ങൾക്ക് എഫേർട്ട്ലെസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോള് നിങ്ങളുടെ ലൈഫിലേക്ക് നേടുന്ന പ്രോസസ്സിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ റിയാലിറ്റി ആക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം, എന്താണ് വേണ്ടത്. ഈ ഒരു ക്ലാരിറ്റിയിലാണ് ഇതിൻ്റെ ഒരു കഥ തുടങ്ങുന്നത്. അപ്പോൾ പല മനുഷ്യരും വിചാരിക്കും, ഇപ്പം പലർക്കും പല ടെക്നിക്കുകളൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് അറിയാം. 55 ടെക്നിക്സ്, 369 ടെക്നിക്സ്, ഇങ്ങനെ പല പല, ഇപ്പം നിങ്ങൾ ഈ ചാനലിൽ തന്നെ നോക്കി ഒത്തിരി ടെക്നിക്കുകളുണ്ട്. അപ്പൊ ഈ ചാനലുകളിൽ ഈ ടെക്നിക്കുകളൊക്കെ എഴുതിയിട്ട് എൻ്റെ ലൈഫിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒത്തിരി മനുഷ്യരുണ്ട്.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് 55 പ്രാവശ്യം എഴുതണതോ 44 തവണ എഴുതണത് മാത്രമല്ല, അല്ലെങ്കിൽ കുറച്ച് സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതല്ല മാനിഫെസ്റ്റേഷൻ. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന്? നമ്മളെ ഒരു ചിന്തകളെ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തകളെ റിയാലിറ്റി ആക്കുന്ന ഒരു പ്രോസസ്സാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും മനുഷ്യരുടെയൊക്കെ അകത്തുള്ള ചിന്തയുണ്ടല്ലോ, ഒട്ടും മനുഷ്യർക്ക് ഗുണമുള്ള ചിന്തയാവില്ല. കാര്യം എന്താ? നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ ഭയങ്കര സംശയമാണ്. പല കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴും അതിനു വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുമ്പോഴും നമ്മളുടെ അകത്ത് വിശ്വാസം എന്ന് പറയുമ്പോൾ, ഇതെനിക്ക് കിട്ടുമോ? എന്നെ എൻ്റെ ലൈഫ് നന്നായിട്ട് പോകുമോ? എനിക്ക് ആ പോസ്റ്റ് കിട്ടുമോ? എനിക്ക് അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? എൻ്റെ ബിസിനസ് സക്സസ്ഫുൾ ആവുമോ? എനിക്ക് വന്ന ഈ അസുഖം മാറുമോ? ഇങ്ങനെ നൂറ് സംശയങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വന്നത്. അപ്പം നമ്മുടെ ആ സംശയമുള്ളൊരു മനസ്സുമായിട്ട് നമ്മൾ പോകണമെങ്കിൽ ഉറപ്പായിട്ടും മാനിഫെസ്റ്റേഷൻ 24/7 ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ചിന്തയാണ് ഇടുന്നതെങ്കിൽ, കടം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് തഥാസ്തു എന്ന് പറഞ്ഞിട്ട് ആ കടത്തെ നിങ്ങൾക്ക് കൂട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എഴുതിയിട്ടൊരു കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം എന്താണ്? എന്തെങ്കിലും നേടണമെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വരേണ്ടത് അകത്താണ്. കാര്യം ഈ ഇന്റേണൽ ആയിട്ടുള്ള അവസ്ഥയെ ബോധപൂർവം നമ്മുടെ ലൈഫിന്റെ സക്സസിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ലാണ് നമ്മൾ ഇത് എഴുതുമ്പോൾ നേടണത്. അപ്പൊ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മളുടെ ആ ഒരു ഗോളിലേക്ക് ഒരു വിന്യസിപ്പിക്കുക നമ്മൾ ഇത് ചെയ്യണത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കരിയർ ആവാം, പണമാവാം, റിലേഷൻഷിപ്പ് ആവാം, സെൽഫ് കോൺഫിഡൻസ് ആവാം, ഇതൊക്കെ ഒരു ചിന്തയായിട്ട് ആരംഭിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ച എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു, എനിക്കൊരു മില്യനിയർ ആവണം, നല്ല പൈസ ഉണ്ടാക്കണം, നല്ല ലൈഫ് സ്റ്റൈൽ വേണം, എൻ്റെ മക്കളെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫിൽ ജീവിപ്പിക്കണം, അഗെയിൻ എനിക്കൊരു അറിയപ്പെടുന്ന ഒരു എൻ്റർപ്രണറായിട്ട് മാറണം, എനിക്ക് എല്ലാ മാഗസിൻസിലും എൻ്റെ ഒരു ഫീച്ചറൊക്കെ അടിച്ചു വരണം. ഇങ്ങനെ വലിയ സ്വപ്നങ്ങൾ, നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള വണ്ടികൾ യൂസ് ചെയ്യണം, വിദേശ രാജ്യങ്ങൾ മുഴുവൻ ട്രാവൽ ചെയ്യണം. ഒത്തിരി ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ ആഗ്രഹങ്ങളൊക്കെ എവിടുന്നാ വരണത്? ഇതൊക്കെ ഒരു ചിന്തയായിട്ട് തോന്നണേ. അപ്പൊ ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കിയ ഇങ്ങനെ എന്റെ മനസ്സിലുണ്ടാക്കിയ ചിന്തയൊക്കെ എഴുതാനും ഇങ്ങനെ പല പ്രാക്ടീസുകൾ ശ്രദ്ധാപൂർവം ഞാൻ ചെയ്യാനും ഒക്കെ തുടങ്ങിയപ്പോൾ എന്റെ മാനിഫെസ്റ്റേഷൻ റിയാലിറ്റി ആയി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് കണ്ണോടിക്കുക. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നത് അൺകോൺഷ്യസ് ആയിട്ടാണോ കോൺഷ്യസ് ആയിട്ടാണോ? മെജോറിറ്റി ആൾക്കാരും ഇന്ന് നിങ്ങളുടെ ഒരു റിയാലിറ്റി നിങ്ങൾ അനുഭവിക്കുന്നത് പലതും അൺകോൺഷ്യസ് ആയിട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്ത, മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു പോർട്ടൽ വീഡിയോകൾ പല ആൾക്കാർക്ക് ഇഷ്ടമാണ്. കാര്യം എന്താ? ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള ഒരു ഹോപ്പ് നൽകുന്നു. ഈ മാഡം വന്ന് എന്തൊക്കെയോ പറയുന്നു, അതൊന്ന് ചെയ്താ നാളെ എൻ്റെ ജീവിതം രക്ഷപ്പെടുമല്ലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ പറയണത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു തോന്നലോ പ്രതീക്ഷയോ ഒന്നും അല്ല. ഇത് ശരിക്കും റിയൽ സയൻസ് ആണ്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് വിന്യസിപ്പിക്കുകയും ആ ഒരു ഗോളുകൾ നിങ്ങൾ ഓരോ തവണയും വിശ്വാസത്തിൽ എഴുതാൻ തുടങ്ങുകയും നിങ്ങളുടെ ആ ഒരു ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ വരുത്തുകയും നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ആ ഗോളിനെ പറ്റി ചിന്തിക്കാനും വിശ്വസിക്കാനും അത് റിയാലിറ്റി ആയത് നിങ്ങൾ ഫീൽ ചെയ്യാനും ഒക്കെ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരും സാഹചര്യങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരുക ചെയ്യുന്നത്. അപ്പൊ പോർട്ടൽ എന്ന് പറയുന്നത് എന്താണ്? പോർട്ടൽ നല്ല ശക്തി നിങ്ങൾക്കാണ്. ആ നിങ്ങളുടെ ശക്തിയെ ക്ലെയിം ചെയ്യുവാനും നിങ്ങളുടെ ജീവിതത്തിൽ എന്തും നേടാനായിട്ടുള്ള മാജിക്കൽ പവറിലേക്ക് നിങ്ങളെ എത്തിക്കാനുമാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ നിങ്ങളെ സഹായിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 4-4 ടെക്നിക്ക്, അല്ലെങ്കിൽ 5-5 ടെക്നിക്ക്, 4-4 ടെക്നിക്ക്, 3-6-9 ടെക്നിക്ക്, ടെക്നിക്കുകൾക്കല്ല ശക്തി, നിങ്ങൾക്കാണ് ശക്തി. നിങ്ങളുടെ പവർ തിരിച്ചെടുക്കാനും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാനും എന്താണ് വേണ്ടത് എന്നൊന്ന് കടലാസിലേക്ക് ക്ലാരിറ്റിയോടെ എഴുതാനും ആ എഴുതിയ കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടത്താൻ പറ്റും, എനിക്കത് ഓൾറെഡി ഈ ഒരു യൂണിവേഴ്സ് എനിക്ക് തന്നു കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് അത് ചെയ്യുമ്പോഴാണ് ഇത് റിയാലിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സുകൾ മനസ്സിലാക്കുക. കാരണം മെജോറിറ്റി മനുഷ്യരുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ കട്ട നെഗറ്റീവാണ്. കാര്യം നമ്മൾ നമ്മുടെ ചിന്തകളെ നമ്മൾ നോക്കാറില്ല, നമ്മൾ നമ്മളോട് പറയുന്ന ഭാഷയെ നമ്മൾ നോക്കാറില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ നമ്മൾ റിഫ്ലക്ട് ചെയ്യാറില്ല.
പക്ഷെ എന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മുടെ ബലം വേറെ വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ ഈ ഒരു പോർട്ടൽ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പഠിക്കണം. നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു കോച്ചിന്റെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ ആ ഒരു പാറ്റേൺ മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യത്യാസം കൊണ്ടുവരണം. അത് കരിയർ ആവാം, റിലേഷൻഷിപ്പ് ആവാം, ഹെൽത്ത് ആവാം, മണി ആവാം. എന്തും നേടാനായിട്ടുള്ള പവർ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ലൈവായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളിലേക്ക് വരിക. ഒരു മാസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 5 ഡേയ്സ് ക്ലാസ് ഞാൻ 1000 റുപ്പീസിനാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പഠിപ്പിക്കുന്നത്. മിറക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞ എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കുള്ള ക്ലാസ്സാണ്. ഇത് കയറിയേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ വന്നേക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ മാജിക്കലാണ്. നിങ്ങൾ നേരെ ലൈഫ് കോച്ചിന്റെ ഗൂഗിൾ പോയി നോക്കിയാൽ മതി, അത്രയും സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാം. എഗെയിൻ ലൈഫ് കോച്ചിന്റെ ഇൻസ്റ്റഗ്രാം പോവുക, ഒരു 10-600 സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്. അതും പോയി നിങ്ങൾ കേൾക്കുക. ലൈഫിൽ മാറ്റം വന്ന ആൾക്കാർ പറഞ്ഞേക്കണം അത്രയും കഥകൾ റിയൽ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാം. എഗെയിൻ നിങ്ങൾക്ക് ലൈവായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ, മാനിഫെസ്റ്റേഷൻ റിയൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ 1 month പ്രോഗ്രാമിലേക്ക് വരിക. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ 2500 നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാം. ലൈവായിട്ട് ഒരു മാസം എൻ്റെ കൂടെ പഠിക്കാം. പിന്നെ നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ സ്കില്ലൊക്കെ നേടി നിങ്ങൾക്കൊരു ഒരു കോച്ച് ആവണം, ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവണം, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബർ ആവണം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പല പല സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ പഠിക്കണം. എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ട് എങ്ങനെ മൂവ് ഔട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മെന്റർഷിപ്പ് ക്ലാസ്സുകളിലേക്ക് വരിക. ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കാൻ ഞാനും എൻ്റെ ടീമും ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോവാണ്. എഗെയിൻ നിങ്ങൾക്ക് ഇപ്പൊ അത്രയൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുക. ഏപ്രിൽ 1 തീയതി തൊട്ട് ഒരു മാസത്തേക്കുള്ള മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട് സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. എവറി ഡേ മോട്ടിവേഷനായിട്ട് 1500 രൂപയ്ക്കായിരിക്കും 30 വീഡിയോസ് നിങ്ങൾക്കുണ്ടാവും. ഓരോ ദിവസം പുതിയ പുതിയ വീഡിയോസ് ആയിട്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പോകാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ഒരു 5 minutes 6 minutes വീഡിയോസ് ആയിരിക്കും. അതിൽ പോയിട്ട് നിങ്ങൾ 1500 അടച്ച് ആ മന്ത്ലി അത് ജോയിൻ ചെയ്തോളൂ. 365 ദിവസവും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാനുണ്ടാവും. അപ്പോൾ ഈ 2 ഏരിയാസിൽ നിങ്ങൾക്ക് ലൈവായിട്ട് വേണമെങ്കിൽ എൻ്റെ ലൈവ് ക്ലാസ്സിൽ വരിക, റെക്കോർഡഡ് മതിയെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തോളൂ. 1500 മെമ്പർഷിപ്പ് എടുത്താൽ ഒരു വർഷത്തേക്ക് ഞാൻ ഓരോ മാസവും പുതിയ പുതിയ കണ്ടന്റ് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ആ ഒരു വീഡിയോയിലേക്ക് പോവാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇന്നത്തെ പോർട്ടലിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ സൃഷ്ടിക്കുക ചെയ്യണേ. നമ്മൾ പഴയ ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ നമ്മൾ നിർത്തുകയാണ് ചെയ്യണേ. അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തോട് റിയാക്ട് ചെയ്യണ ഒരു മോഡ് നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി 100% എടുത്തിട്ട് നമ്മുടെ ചിന്തയൊന്ന് മാറ്റുക ചെയ്യണേ. അത് നമ്മളുടെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണേ. നമ്മൾ നമ്മളെ വിശ്വസിക്കുവാണ്. ആ വിശ്വാസം ഉറച്ചൊക്കെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അകത്തൊരു ക്രിയേഷൻ നടക്കുക ചെയ്യണേ. പല മനുഷ്യരും ഒത്തിരി അധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ആഗ്രഹങ്ങൾ എന്താ നടക്കാത്ത കാര്യം, അവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്ത് നടത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളാണ്. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ വിശ്വസിക്കുക. കാര്യം നമ്മളിപ്പോ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എഴുതാൻ പോകുമ്പോൾ ഏപ്രിൽ 4 നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഡേ. 4ന്റെ പ്രത്യേകത എന്താണെന്നറിയോ, 4 മാസം 4 തീയതിയാണ് നമ്മൾ എഴുതുക. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ ഒരു ശക്തിയുള്ള ഒരു ദിവസമാണ്. അതിന്റെ ഏറ്റവും പ്രത്യേകത 4 ഏഞ്ചൽ നമ്പർ വരുമ്പോ ഒന്ന്, അത് ഭയങ്കര സ്ഥിരതയുള്ള ഒരു ഡേ ആണ്. പിന്നെ ഒരു ഡിസിപ്ലിൻ, നല്ല അച്ചടക്കമുള്ള ദിവസമാണ്. എഗെയിൻ ആ ഒരു ഇതിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ള ഒരു എനർജിയാണ്. അപ്പൊ 4+4 എന്നുകൊണ്ട് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8 കിട്ടും. 8ന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് 8 ഒരു അബണ്ടൻസ് നമ്പറാണ്. എഗെയിൻ നമുക്കൊരു ശക്തി അല്ലെങ്കിൽ സക്സസ്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8ന്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു 4-4ന്റെയും 8ന്റെയും ഒരു എനർജി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ ദിവസം എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ പവർഫുൾ ആക്കാൻ പറ്റുക ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എഴുതുമ്പോൾ കിട്ടുന്നത്, നിങ്ങളുടെ ഫോക്കസ് ശരിക്കും ആ ഒരു ഗോളിലേക്ക് നിങ്ങൾ എത്തിക്കുക ചെയ്യണേ. അപ്പൊ നമ്മുടെ ലൈഫിൽ ഈ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ എഴുതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അവയെ ഫീൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പല മനുഷ്യരും പല കാര്യങ്ങളും നടത്താതെ വന്നതിന്റെ കാര്യം ആ ഇന്റേണലി അവർക്ക് സംശയമായിരിക്കും, വിശ്വാസം ഉണ്ടാവില്ല, എനിക്ക് നടക്കുകയാണെങ്കിൽ ആ ഒരു ഫീലിംഗ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എഴുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നല്ല ഫലം കിട്ടില്ല. നമ്മൾ എവറി ഡേ ഇപ്പൊ 44 പ്രാവശ്യമാണ് നമ്മൾ എഴുതാൻ പോണത്. 4 days. ഇതാണ് ഇതിന്റെ ഒരു ടെക്നിക്ക്. അപ്പൊ നമ്മൾ എന്താണോ ഗോള് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിങ്ങനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഫീൽ ചെയ്യുവാണ് അതിന്റെ ഒരു എൻഡ് റിസൾട്ട് കിട്ടിയിട്ട്. ഇപ്പൊ നിങ്ങളൊരു ബെൻസ് മേടിക്കണം എന്നാണ് വിചാരിക്കണമെങ്കിൽ ആ പ്രോസസ് ബെൻസിൽ വാങ്ങി നിങ്ങൾ ട്രാവൽ ചെയ്യണത് നിങ്ങൾ ഉള്ളിൽ കാണുവാണ്. നിങ്ങൾ ചിലപ്പോ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പലത്തില് അല്ലെങ്കിൽ മോസ്കില് അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയില് പോയിട്ട് ബ്ലസ് ചെയ്യിക്കണത് നിങ്ങൾ ഫീൽ ചെയ്യുവാണ്. അവിടെ എല്ലാവർക്കും കൊണ്ട് കേക്ക് കൊടുക്കണത്, കട്ട് ചെയ്യണത്, ഈ ഒരു എനർജിയാണ് നിങ്ങൾ ബേസ് ചെയ്യണമെങ്കിൽ ഇത് സംഭവിക്കും. നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതുവാണ്. അപ്പൊ 44 ടൈംസ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അത് ഓണാവുകയാണ് ചെയ്യണേ. ഇങ്ങനെ ശ്രദ്ധിച്ച് ആ ഒരു വണ്ടി കിട്ടി നിങ്ങൾ അതിന് നടക്കണതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 44 പ്രാവശ്യം ഇങ്ങനെ എഴുതുമ്പോൾ ഓരോ റിപ്പീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിങ്ങനെ കണ്ണിൽ കാണുകയാണ്, ഫീൽ ചെയ്യുവാണ്. അപ്പൊ നിങ്ങളുടെ അകത്ത് ഉള്ള ആ സബ് കോൺഷ്യസില് ഒരു റീപ്രോഗ്രാമിംഗ് നടക്കുകയാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ പുനർനിർമ്മിക്കുകയാണ്. കാര്യം എന്താ, പഴയ മനസ്സിന് ശക്തി ഉണ്ടായിരുന്നില്ല, സംശയമായിരുന്നു, ഫ്രസ്ട്രേഷൻ ആയിരുന്നു, വലിയ വലിയ കാര്യങ്ങളെ പറ്റി ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളുടെ മനസ്സിനെ നമ്മൾ നമ്മളുടെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് പുനർനിർമ്മിക്കുകയാണ് മാനിഫെസ്റ്റേഷൻ എഴുതുമ്പോഴത്തേക്കും നടക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു മനസ്സ് മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവം, നമ്മുടെ ചിന്ത മാറും. ചിന്ത മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി മാറും. അപ്പൊ തീരുമാനങ്ങൾ മാറും. നമ്മുടെ മനസ്സ് മാറിയാൽ നമ്മളുടെ എന്ത് കാര്യങ്ങളും മാറും. നമ്മളുടെ ആ ഓരോ കാര്യങ്ങളും ചിന്തയിൽ തുടങ്ങണേ. ചിന്ത മാറുമ്പോ ഡിസിഷൻസ് മാറും. ഡിസിഷൻസ് മാറുമ്പോ നമ്മൾ നല്ല നല്ല ആക്ഷനിലേക്ക് മൂവ് ഔട്ട് ചെയ്യും. നമ്മൾക്കൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങും. നമ്മുടെ ഒരു ഫീലിങ്സ് പറയുന്ന ഒരു വിജയാണ് എന്നുള്ള ഫീലിങ്സ് നമുക്ക് വരാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെയുള്ള ലെവലിലേക്ക് നമ്മൾ നമ്മളെ തന്നെ പുതുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക, നിരാശയിലേക്ക് ഫ്രസ്ട്രേഷനിലേക്ക് ഒന്നും പോകാതിരിക്കുക. എപ്പോഴും നിങ്ങൾ കാണിക്കേണ്ട എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ സാലറി ആണെങ്കിൽ ആ 1 ലക്ഷം രൂപ കിട്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന എൻഡ് റിസൾട്ടിനെ നിങ്ങൾ ഫീൽ ചെയ്യുക. ആ 1 ലക്ഷം രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ശരിക്കും വീട്ടിലേക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്തതാവാം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാവാം. ഇത് എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് ഫീൽ ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് തോന്നുക. അപ്പൊ ഇത് നടക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പല മനുഷ്യരും എഴുതുകയൊക്കെ ചെയ്യും. എഴുതിയിട്ട് നടക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ്, അവർ വിശ്വസിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ നെഗറ്റീവ് ചിന്തയിലേക്ക് ഒരു ഫോക്കസ് ചെയ്യുകയില്ല. അവര് കൊടുക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തും സാധ്യമാണ്. ഈ ഒരു പ്രപഞ്ചവും മനുഷ്യരും ഒക്കെ എന്റെ ലൈഫിലേക്ക്, എന്റെ മണ്ഡലത്തിലേക്ക് വരുന്ന എല്ലാ ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എന്നെ ബ്ലസ് ചെയ്യാൻ, എന്നെ ഗ്രോത്തിൽ നിന്ന് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള മാലാഖമാര് മാത്രമേ എന്റെ ലൈഫിൽ വരുള്ളൂ. ആ ഒരു ചിന്തയാണ് നമ്മൾ കൊടുത്തിട്ട് എഴുതുന്നതെങ്കിൽ ലൈഫ് മാറും. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒരു പേപ്പറും പേനയൊക്കെ എടുക്കുക. എടുത്തിട്ട് നമ്മൾ എങ്ങനെ എഴുതാൻ പോകുന്ന പറയുന്നത്, എഴുതാൻ പോണതിന് മുമ്പ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു മാനിഫെസ്റ്റേഷൻ എഴുതാൻ പോണതിന് മുമ്പ് ഒന്ന് 4-ാം തീയതി നമ്മൾ എഴുതണമെങ്കിൽ 3-ാം തീയതി തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മെന്റലി പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഗോളുകളൊക്കെ ക്ലാരിറ്റിയുടെ 1-2 ഗോളുകൾ ഏതാണോ വേണ്ടത് അതൊന്ന് റെഡിയാക്കി വെക്കുക. എഗെയിൻ രാത്രി കുളിക്കാൻ പോണതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു മറ്റേ സോൾട്ട് ഒക്കെ ഇട്ടിട്ട്, കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ആ ഒരു വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് നമ്മുടെ ആ ഒരു ബോഡിയുടെ നെഗറ്റിവിറ്റി മൊത്തം കളയാൻ വേണ്ടിയിട്ട് ഒന്ന് കുളിച്ചിട്ട് കിടന്നുണ്ട്. എന്നിട്ട് രാവിലെ എഴുതാൻ തുടങ്ങുവാണെങ്കിൽ ഭയങ്കര നല്ലൊരു എനർജി നമുക്ക് അതിന് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ആയിട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാം. പക്ഷെ സ്പെസിഫിക് ആയിട്ടുള്ള സമയം നമ്മൾ ഏതാ തിരഞ്ഞെടുക്കണ്ടേ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ഏപ്രിൽ 4-ാം തീയതി എടുക്കുന്നത്. 4-ാം തീയതി രാവിലെ വേണമെങ്കിൽ 4 മണിക്ക് നിങ്ങൾക്ക് എണീറ്റിട്ട് എഴുതാം, അല്ലെങ്കിൽ 4 PM എഴുതുക. എഴുതുമ്പോൾ ഈ ഒരു പോർട്ടലിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത് 4 ദിവസം എഴുതണം, 44 പ്രാവശ്യം എഴുതണം. എഴുതുമ്പോൾ എപ്പോഴും റോബോട്ടിനെ പോലെ എഴുതരുത്. എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ നന്നായിട്ട് ഫീൽ ചെയ്യണം, വിശ്വസിക്കണം, അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്നത്. അപ്പൊ എഴുതേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രസന്റ് ടെൻസിൽ നടന്നതായിട്ടാണ് നമ്മൾ എഴുതുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒത്തിരി സമ്പത്ത് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഭയങ്കര കരിയറിൽ സക്സസ്ഫുൾ ആവണമെന്നുള്ള ഒരാള് എന്ത് ചെയ്യണം, ഞാൻ കരിയറിൽ ഞാൻ വിജയിച്ചു, എനിക്ക് ഇന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കുന്നതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ മാസ വരുമാനം ലഭിക്കുന്നതിന് നന്ദി, ഇന്ന പോസ്റ്റ് ആണെങ്കിൽ എനിക്ക്
മാനേജറായിട്ട് പ്രൊമോഷൻ ലഭിച്ചതിന് നന്ദി. ഇനി എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു എൻഡ് റിസൾട്ട് കിട്ടിയതായിട്ട് എഴുതുക. അപ്പൊ എഴുതുമ്പോഴത്തേക്കും എപ്പോഴും ഒരു സംശയം ഉണ്ടാവരുത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു ഫീൽ ചെയ്ത് ആ ഒരു ജോലി കിട്ടിയ ആളെ കണ്ട് തന്നെ വർക്ക് ചെയ്യുക. എന്താണോ എൻഡ് റിസൾട്ട് അത് കാണുന്ന ലെവലിലേക്ക് ബേസ് ചെയ്യുക. പിന്നെ ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് എപ്പൊ കിട്ടും, കിട്ടുമോ, ഇങ്ങനെയുള്ള പരിപാടിയില്ല. 100% എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് 4 ദിവസം 44 പ്രാവശ്യം എഴുതുക. എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടു തന്നേക്കുക. എനിക്ക് എന്റെ റൈറ്റ് ടൈമില് പ്രപഞ്ചം എനിക്ക് കൊണ്ടുതരും. ഞാൻ വിജയിയാണ്. ഓൾറെഡി അതിനുള്ള സാഹചര്യങ്ങളും നല്ല മനുഷ്യരും ഒക്കെ എന്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതം മാജിക്കലി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഫീലിങ്ങില്, വിശ്വാസത്തില് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അപ്പൊ ഇതാണ് ശരിക്കും അതിനകത്തേക്ക് നമ്മൾ കൊടുക്കുമ്പോ കൊടുക്കേണ്ട ഒരു എനർജി. കാരണം ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാലേ, ഈ ഒരു കോവിഡ് പാൻഡമിക്കില് ഇങ്ങനെ സ്ട്രക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരു വലിയൊരു ഗോളായിരുന്നു എന്റെ ഒരു പാസീവ് ഇൻകം, ഇത്ര രൂപ പാസീവ് ഇൻകം കിട്ടുന്ന ലെവലിലേക്ക് എനിക്ക് മാറണം എന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗോള്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാനത് എഴുതി പല മാനിഫെസ്റ്റേഷൻ 55 369 എഴുതി. ഇന്ന് അതിന്റെ റിയാലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അത്രയും മൾട്ടിപ്പിൾ ഇൻകം ഉള്ള ലെവലിലേക്ക് മാറാൻ എന്നെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് സഹായിച്ചിട്ടുണ്ട്. ഒരു നല്ല ഓതർ ആവണം എന്നുള്ള എന്റെ ആഗ്രഹമായിരുന്നു. ഞാൻ ഈ ഒരു ടെക്നിക് ബേസ് ചെയ്തിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പേഴ്സണൽ ട്രാൻസ്ഫർമേഷനിൽ ആമസോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്റെ ബുക്ക് ബെസ്റ്റ് സെല്ലർ കാറ്റഗറിയിൽ പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ വരാറുണ്ട്. ഇപ്പൊ എന്റെ രണ്ടാമത്തെ ബുക്ക് ഇപ്പൊ ഇറങ്ങാൻ പോവാണ്. ഇംഗ്ലീഷ് ബുക്കുകൾ ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് ബുക്ക് ഇറക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ബുക്ക് മേടിക്കുന്ന ശുഭചിന്ത നൽകിയ വിസ്മയം എന്നാണ് എന്റെ ബുക്ക്. വേണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറല്ലോ 9961005116 മെസ്സേജ് ചെയ്താൽ ഞാൻ നേരിട്ട് അയച്ചു തരാം. 350 റുപ്പീസ് ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ആമസോണിൽ പോയി വേണമെങ്കിൽ അതും വാങ്ങാം. ശുഭചിന്ത നൽകിയ വിസ്മയം ഷീജ ജയ്മൺ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗോളൊക്കെ തനിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, സപ്പോർട്ട് വേണം. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. എനിക്ക് തനിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്ക് ഒന്നും അങ്ങോട്ട് ആവാൻ പറ്റുന്നില്ല എന്നിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരിക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ലൈഫിലേക്ക്, ആ ഒരു ഗോളിലേക്ക് എത്തിക്കാനും ഞാനും എന്റെ ടീം അംഗങ്ങളും പ്രതിജ്ഞാബദ്ധരായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാനല് ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക. അഗെയിൻ 100% ഇതിന്റെ കൂടെ തന്നെ നിൽക്കുക. ലൈവായിട്ട് പഠിക്കാനായിട്ട് എന്റെ ക്ലാസ്സുകളിലേക്ക് വരിക. ഇനിയിപ്പോ നമ്മളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഇപ്പൊ മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പൊ ആ ഒരു ക്ലാസ്സുകളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതേ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് എവറി ഡേ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഇത് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. എങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കാം അല്ലേ? കാര്യം എന്താ, എല്ലാരും പഴയ ഓർമ്മയിലും പഴയ വിഷമത്തിലും നീറ്റലിലും ഒക്കെ ജീവിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് ആയിട്ട് ജീവിക്കണ ഏറ്റവും പ്രധാന കാര്യം എന്താ, നമ്മൾക്ക് അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എൻവയോൺമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എവറി ഡേ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ മെമ്പർഷിപ്പിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഹയസ്റ്റ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ 1499 ആണ് വരെ. അപ്പൊ 30 വീഡിയോസ് ഞാൻ തന്നെ ഉണ്ടാവും. ഓരോ മാസവും പുതിയ പുതിയ വീഡിയോസ് ആയിരിക്കും. എല്ലാ മാസവും നിങ്ങൾക്ക് തരേണ്ടി വരുന്ന 1500 രൂപയായിരിക്കും തരേണ്ടി വരുന്നത്. യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ, മൾട്ടിപ്പിൾ ഇൻകം ഉള്ള ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ, സക്സസ്ഫുൾ ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ചെയ്യാൻ. കാര്യം എന്താ, മെജോറിറ്റി മനുഷ്യർ നെഗറ്റീവ് ആയിട്ടാണ് ജീവിതത്തെ ഫേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിൽ പോലും നമ്മൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനും നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനും നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ആ ഡ്രൈവിംഗ് സീറ്റിൽ കയറി നിന്നിട്ട് നമ്മുടെ വണ്ടി ഓടിക്കാൻ പറ്റിയ മാത്രമേ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. പൈസ ഉണ്ടാക്കണമെങ്കിൽ അതൊരു സ്കില്ലാണ്. അല്ലാതെ പൈസ എങ്ങനെ ഉണ്ടാക്കും എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ലൈവായിട്ട് പഠിക്കുന്ന ഈ ക്ലാസ്സുകളിലേക്ക് വരിക. എങ്ങനെ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, എങ്ങനെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറണം, എങ്ങനെ ലീഡർഷിപ്പ് സ്കിൽസ് നിങ്ങൾക്ക് കൊണ്ടുവരണം, എങ്ങനെ എവിടെ പോയാലും അവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണ ഒരു പേഴ്സണാലിറ്റി ആയിട്ട്, ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് എങ്ങനെ മാറണം, എങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ടേംസിൽ ജീവിക്കണം, ഫ്രീഡത്തോടെ ലൈഫിനെ എങ്ങനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യണം, ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ്സുകളിൽ വരിക. കാരണം ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോളജ് തരുന്നുണ്ട്.
അതിനൊപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ലൈഫ് രക്ഷപ്പെടുന്നു. എന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ 365 ദിവസവും കൂടെ നിർത്തി സ്ട്രക്ചേർഡ് ആയിട്ട് പഠിപ്പിക്കുക ചെയ്യും. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എന്റെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് പോകുമ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാമിംഗ് മാറുക ചെയ്യണേ. നിങ്ങൾ എത്ര പരാജയപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്, എത്ര അധികം പ്രതിസന്ധിയിലാണെങ്കിൽ പോലും അത് നിങ്ങളുടെ പഴങ്കഥയാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരിക. കാര്യം ഞാൻ എന്റെ ഒരു ലക്ഷ്യം വെക്കുന്നത് എന്താണെന്നറിയുമോ? ഇന്ന് ഞാൻ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട്, സ്ട്രോങ് ആയിട്ട്, കോൺഫിഡൻസിൽ, എന്റെ ടേംസിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. അത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ ജീവിതം പഠിച്ചത് എന്റെ കഷ്ടപ്പാടിൽ കൂടിയാണ്. ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്ത സ്ട്രഗിൾ ഉള്ള ഒരു ഫാമിലിന്ന് ഇന്ന് ഇത്രയും നല്ലൊരു ലൈഫ് ജീവിക്കാൻ പറ്റുന്നത് ഒത്തിരി കാര്യങ്ങള് പഠിച്ചിട്ടാണ്. അത്ര എക്സ്പീരിയൻസിൽ കൂടിയാണ് ഇത് ഇന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും, എത്ര കടത്തിലാണെങ്കിലും, നിങ്ങളിൽ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ടും പേപ്പർ മേടിക്കുക, ഒരു ബുക്ക് മേടിക്കുക, മാനിഫെസ്റ്റേഷൻ എഴുതുക. ഏപ്രിൽ 4-ാം തീയതി 44 ടൈംസ് 4 ഡേയ്സ് എന്താ വേണ്ടതെന്ന് എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലാസ്സിലേക്ക് വരിക. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. ഞാൻ 2016 എന്റെ ഒരു ബോട്ടിക് ഉണ്ടായിരുന്നു, ഷീജാസ് ടീ ബോട്ടിക് എന്ന് പറഞ്ഞത്. ആ ഒരു ബോട്ടിക്ക് ഞാൻ ഇങ്ങനെ നിർത്തുമ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു, ഞാൻ എന്തായാലും ഈ ഒരു ഫിസിക്കൽ സ്റ്റോർ നിർത്തുമ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റോർ ഒന്ന് അവസാനിച്ചത്. പറയുമ്പോ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ വരുമെന്നോ ചെയ്യുമെന്നോ ഒന്നും ഒരു ഉറപ്പുണ്ടായിരുന്നു. കാര്യം എന്റെ ഒരു 8,000 സ്ക്വയർ ഫീറ്റ് ഷോപ്പാണ് ഞാനൊന്ന് അടയ്ക്കണത്. അടച്ച് അത്രയും സ്റ്റോക്കൊക്കെ ഉള്ള ആ സ്റ്റോപ്പ് അടച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഓൺലൈനായിട്ട് വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും 2026 മിറായ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടറിയാമോ? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് റിയലാണ്. നിങ്ങളെ വിശ്വസിച്ച നിങ്ങളുടെ ലൈഫ് മാറ്റാൻ ഈ ഒരു ടെക്നിക്ക് മതി. ഒന്നിന്റെ പുറകെ നടക്കണ്ട. എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെന്നേ, നമ്മളെ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മളിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കുറച്ച് സമയം, കുറച്ച് പൈസ, നിങ്ങളെ വിശ്വസിക്കാനായിട്ടുള്ളൊരു ശക്തി, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് എഴുതാനുള്ള ധൈര്യം, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ. ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ.